ഓം ശാന്തി. ഓരോ സമയത്തും ഓരോ ആത്മാവിനെ പ്രതിയും മനസ്സിൽ സ്വാഭാവികമായി തന്നെ ശുഭഭാവന, ശുഭകാമന, അതിൻ്റെ ശുദ്ധമായ വൈബ്രേഷൻ ഉണ്ടാകുന്നതിന് അനുഭവം സ്വയം നമുക്കുണ്ടാവുകയും വേണം, നമ്മളിൽ നിന്നും മറ്റുള്ളവർക്കും അനുഭവപ്പെടുകയും വേണം. കാരണം സദാസമയം ഞാൻ പോസിറ്റീവാണ്, അതെനിക്ക് ഫീൽ ചെയ്യണം, അത് മറ്റുള്ളവർക്കും ഫീൽ ചെയ്യപ്പെടണം. മനസ്സിൽ നിന്നും ഓരോ ആത്മാവിനെ പ്രതിയും മുഴുവൻ സമയവും ആശീർവാദങ്ങൾ പുറപ്പെട്ടുകൊണ്ടേയിരിക്കൂ. മനസ്സ് സദാ ഈ സേവനത്തിൽ ബിസിയാക്കി വയ്ക്കൂ. ഏതുപോലെ നമ്മൾ വാചാ സേവനത്തിൽ ബിസിയായിരിക്കുന്നു, അതിൽ നമ്മൾ അനുഭവിയാണല്ലോ. സേവനം കിട്ടാതെ വരുമ്പോൾ അയ്യോ എനിക്ക് സേവനം കിട്ടിയില്ല, എന്നൊരു സേവയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ വാചാ സേവനത്തിൽ അനുഭവമുണ്ട്, സേവനം കിട്ടിയില്ലെങ്കിലോ കിട്ടാത്ത നമുക്ക് സങ്കടവും വരും. എന്നാൽ ഇവിടെ ബാബ പറയുന്നത് എന്താണ്? ഓരോ സമയത്തും നമുക്ക് ഏത് സേവയും അനുസ്യൂതം ചെയ്യാൻ സാധിക്കും. വാക്കുകളുടെ സേവനം ചെയ്യുന്ന സമയത്ത് ആ വാചാ സേവനത്തിനൊപ്പം തന്നെ മനസ്സാ സേവനവും ചെയ്യാൻ കഴിയും. വാചാ മനസ്സാ സേവ ഒരേ സമയം ഒന്നിച്ച് നടക്കണം. ഇൻ കേസ് വാചാ സേവനത്തിന് അവസരം കിട്ടിയില്ലെങ്കിലോ ഞാൻ ഖാലിയാണ്, കിട്ടിയില്ല എന്ന ഫീലിങ്സ് വേണ്ട. ആ സമയം നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സാ സേവനത്തിൽ ബിസിയാക്കി വെക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് ധാരാളം വൈബ്രേഷൻ പരത്തുന്ന ഏറ്റവും ഉയർന്ന സേവനം ചെയ്യാൻ സാധിക്കും. ഓം ശാന്തി.